ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മാത്സ് പ്ലസ് ഏണിംഗ് ആപ്ലിക്കേഷൻ്റെ പുതിയൊരു അപ്ഡേഷൻ, റീസെൻ്റായിട്ട് വന്ന അപ്ഡേഷനെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഡൗട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ അപ്ഡേഷന് വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങളെല്ലാം ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ഡിലേ ആയി പോയത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോനകത്ത് ഈ ഒരു പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു കമൻസിൽ. ഞാൻ ഒരുപാട് സംശയങ്ങളൊക്കെ കണ്ട് ചിലതിനൊക്കെ റിപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം സംശയങ്ങളും ഈ ഒരു വീഡിയോനകത്ത് നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഇൻ്റർഫേസ് മാത്സ് പ്ലസിൻ്റെ. ഇവിടെ നിങ്ങൾക്ക് കാണാം കോയിൻസ്, ഇവിടെ ഒരു സ്റ്റാർ പോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇൻ്റർഫേസ്. ഏകദേശം പഴയ നോർമൽ ഇൻ്റർഫേസ് തന്നെയാണ്. പക്ഷെ ഇതിൽ വേറെ കുറേ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മുന്നേന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ആദ്യം പരസ്യം കാണും. പരസ്യം കണ്ടാൽ നമുക്ക് കുറച്ച് ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഗെയിം കളിക്കും. ഗെയിം എന്ന് പറയുമ്പോൾ ഇതിൽ മാത്സ് പ്ലസ് ആണല്ലോ, അതായത് പ്ലസ് ഉണ്ടാവും, കുറച്ച് മാത്സുകളുണ്ടാവും. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടും. ആ കോയിൻസ് 24 hours നമ്മുടേതായ ആ 24 hours കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വാലറ്റിനകത്ത് ക്യാഷായിട്ട് കൺവേർട്ടായിട്ട് കാണിക്കും. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ മുന്നേ, ഈ മാത്സ് പ്ലസ് അപ്ഡേഷൻ ആവണതിന് മുന്നേ. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സൂപ്പർ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏൺ മോർ ബൂസ്റ്റ് ടു അൺലോക്ക് ദിസ് ജാക്ക് പോട്ട്, വാച്ച് ആഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കാണിക്കുക നിങ്ങൾക്ക് ഇൻസഫിഷ്യൻറ്റ് ബൂസ്റ്റ്, അതായത് നിങ്ങളുടെ കയ്യിൽ 25 ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഈ 25 ടിക്കറ്റ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. ഈ 25 ടിക്കറ്റ് എവിടെ കളക്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ഒരു മെയിൻ പേജിൻ്റെ ഇൻ്റർഫേസിൽ തന്നെ ഇവിടെ കാണുന്നത് കോയിൻസും ഇവിടെ കാണുന്നത് ടിക്കറ്റ്സുമാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ്സ് കളക്ട് ചെയ്യണം ആദ്യം, എന്നിട്ട് അത് കോയിൻസ് ആക്കണം. എന്നിട്ട് ആ കോയിൻസ് 24 hours കഴിയുമ്പോൾ നമ്മുടെ വാലറ്റിൽ ക്യാഷായിട്ട് മാറും. ഇവിടെ നമ്മളിപ്പോൾ ഇതാണ് ഞാൻ തുറന്ന് കാണിച്ചത്. അപ്പോൾ ഇൻസഫിഷ്യൻറ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ് കണ്ടായിരുന്നു. അത് ഒരുപാട് പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസഫിഷ്യൻറ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്താ ചെയ്യുക, എങ്ങനെയാണ് ചെയ്യുക, ഇതെന്താ സംഭവങ്ങളൊന്നും പിടികിട്ടണില്ല, അപ്ഡേഷൻ വീഡിയോസ് ഒന്ന് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഈ സെക്കൻഡ് ഓപ്ഷനിലോട്ട് കയറുക. സെക്കൻഡ് ഓപ്ഷനിലോട്ട് കയറി കഴിഞ്ഞാൽ 7-4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നോർമൽ മുന്നേ ഉള്ള മാത്സ് പ്ലസ് ഏണിംഗ് ആപ്ലിക്കേഷനിൽ എങ്ങനെയാണോ അതുപോലെയുള്ള കുറച്ച് കണക്കുകൾ. അപ്പം നമ്മൾ ഇതിനെ ഇപ്പോൾ സോൾവ് ചെയ്യണം. സബ്മിറ്റ് കൊടുക്കുക. അപ്പം നമുക്ക് വാച്ച് ആഡ് ആൻഡ് ക്ലെയിം എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇത് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ് ഇങ്ങനെ പ്ലേ ആവും. അപ്പോൾ ഈ ആഡ് മുഴുവനും കണ്ടു തീർക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞാൻ ഒരു ഗെയിം കളിച്ച്, ഒരു ക്വിസ് കളിച്ച് ആഡ് വാച്ച് ആൻഡ് ക്ലെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വാലറ്റിൻ്റെ ഇവിടെ, അതായത് ടിക്കറ്റ്സിൻ്റെ അവിടെ ഒരു ടിക്കറ്റ് കയറി. അങ്ങനെ നമ്മൾ ഓരോന്നും കളിച്ച് 25 ടിക്കറ്റോളം നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ വാലറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതായത് ഈ പ്ലേ ക്യൂസ് എന്ന് പറയണതിൽ കയറി ആ മാത്സൊക്കെ ചെയ്ത് ഏകദേശം 26 കോയിൻസോളം, കോയിൻസിലെ ടിക്കറ്റ്സ് 26 ടിക്കറ്റ്സോളം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പോയ ആ ഒരു ഓപ്ഷൻ, സൂപ്പർ ഓഫർ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് കയറുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണും. ഇതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് കാണാം, അതായത് ഇൻസ്റ്റാൾ ദ ആപ്പ് ആഫ്റ്റർ വാച്ചിങ് ആഡ് ആൻഡ് ഏൺ 1437 കോയിൻസ് ഇൻസ്റ്റൻ്റ്ലി എന്ന്. ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു ഓപ്ഷനിലോട്ട് കയറിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി നോക്കുക. ഇൻസഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചായിരുന്നു, അതായത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു കോയിൻസ് ഇല്ല, ആ ടിക്കറ്റ് ഇല്ല, ആവശ്യമുള്ള ടിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ 25 ടിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് തിരിച്ചും ഇതിനകത്തോട്ട് വന്ന് കയറി നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആദ്യം വീഡിയോ ആഡ് കാണുക, പിന്നെ ആ ആഡിൽ വരുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് യൂസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കോയിൻസ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ കയറി കഴിഞ്ഞ ശേഷം ഈ വാച്ച് ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് കാണാം, ഇവിടെ കുറച്ച് പരസ്യങ്ങൾ പ്ലേ ആവുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ ഒരു ക്ലോസ് ബട്ടൺ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ പോണത് ഇങ്ങനൊരു ആപ്ലിക്കേഷനിലോട്ടായിരിക്കും. നമ്മൾ നേരെ റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് ഇങ്ങനൊരു ഇൻ്റർഫേസിലോട്ടാണ് പോണത്. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക.
നമുക്ക് പരസ്യത്തിൽ കാണുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ കയറിയത് ഇതിലോട്ടാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ഇപ്പോൾ സംഭവം ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞ് ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ആപ്പ് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തുറന്ന് വയ്ക്കുക. തുറന്ന് നോക്കിയതിന് ശേഷം എഗെയിൻ നമ്മൾ ആ ഒരു ആപ്പിലോട്ട് തന്നെ, മാക്സ് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു ആപ്പിലോട്ട് തന്നെ കയറി പോവുക. എന്നിട്ട് നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത ആ ഒരു സൂപ്പർ ഓഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പഴയ പോലെ തന്നെ കാണിക്കും. അതിൽ ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ വെരിഫൈ എന്നുണ്ട്. അപ്പോൾ ആ വെരിഫൈയും കൂടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ കാണാം, കൺഗ്രാജുലേഷൻ, യു ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദ ടാസ്ക്. പിന്നെ ഈ ക്ലെയിം ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യാൻ പറയണം. ഈ ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത്ര കോയിൻസ് നിങ്ങൾക്ക് കിട്ടും, ഇത്ര, അതായത് ഈ ഒരു പരസ്യത്തിൽ കയറുക, പരസ്യത്തിൽ കാണുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, 2 മിനിറ്റ് യൂസ് ചെയ്യുക, നിങ്ങളുടെ കോയിൻസ് ക്ലെയിം ചെയ്യുക. അപ്പം നമ്മൾ ഈ ലാസ്റ്റ് പ്രൊസീജിയറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലെയിം എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൺഗ്രാജുലേഷൻ, യു ഹാവ് ബീൻ റിവാർഡഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി നോക്കുക, നമ്മുടെ വാലറ്റിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കോയിൻസ് ഉണ്ടല്ലേ, 1.4K കോയിൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കോയിൻസ് നമ്മുടെ കയ്യിൽ ക്യാഷായിട്ട് കൺവേർട്ട് ആവും, നമ്മുടെ വാലറ്റിലോട്ട് ക്യാഷായിട്ട് കൺവേർട്ട് ആവും. പക്ഷേ അതൊരു 24 hours കഴിയുമ്പോഴാണ് കൺവേർട്ട് ആവുക. പലർക്കും ഡൗട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ ഇത്രയും കോയിൻസിൻ്റെ കൗണ്ട് എന്ന് പറയുമ്പോൾ അത് ഏകദേശം എത്ര രൂപയായിരിക്കും എന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു 7 രൂപ സംതിങ് ആണ് കയറിയത്. രണ്ടാം പ്രാവശ്യവും ഞാനത് ട്രൈ ചെയ്തപ്പോഴും അതേ 7 രൂപ സംതിങ് തന്നെയാണ് കയറിയത്. പക്ഷേ എക്സാക്റ്റായിട്ട് ഈ ഒരു ആപ്പിനകത്ത് ഇത്ര കോയിൻസ് ഇത്ര രൂപ എന്ന് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ഇതിന് മുന്നത്തെ ആ ഒരു മാക്സ് പ്ലസ് ഏണിംഗ് ആപ്ലിക്കേഷനിൽ എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പരസ്യത്തിനനുസരിച്ചിട്ടായിരുന്നു കോയിൻസ് എല്ലാം ക്യാഷായിട്ട് കൺവേർട്ട് ആണത്. ഇനി പുതിയ അപ്ഡേഷനിൽ എങ്ങനെയാണ് കോയിൻസിന് എന്തെങ്കിലും ഏകദേശം വാല്യൂ ഉണ്ടോ എന്നുള്ളത് ഞാൻ അത്രയും സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു അപ്ഡേഷൻ പ്രകാരം ഈ പറഞ്ഞതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ്സ് കിട്ടും. ടിക്കറ്റ്സ് വഴി നമ്മൾ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ആ കോയിൻസ് നമ്മുടെ വാലറ്റിലോട്ട് ക്യാഷായിട്ട് 24 hours കഴിയുമ്പോൾ കയറും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഈ കോയിൻസൊക്കെ നമ്മുടെ വാലറ്റിലോട്ട് കയറുള്ളൂ. പലരും എനിക്ക് കോയിൻസ് എൻ്റെ വാലറ്റിൽ 0 ആണ്, എൻ്റെ കയ്യിൽ കോയിൻസ് ഇത്ര കാണിക്കുന്നുണ്ട് പക്ഷേ വാലറ്റ് 0 ആയിട്ട് തന്നെ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻസിൽ ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതിന് കാരണം 24 hours കഴിയുമ്പോഴേ നമുക്ക് ഈ ഒരു കോയിൻസ് ക്യാഷായിട്ട് മാറുള്ളൂ. പിന്നെ ആ ഒരു 24 hours എന്ന് പറയുന്നത് ഏകദേശം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇതിന് മുന്നേ ഒരുപാട് മാക്സ് പ്ലസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. 24 hours പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. പലരുടെയും ഒരു ധാരണ, ഇന്നിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് കോയിൻസ് കിട്ടി, നാളെ അടുത്ത ദിവസം കാലത്തെടുത്ത് നോക്കുമ്പോഴേക്കും ഈ കോയിൻസൊക്കെ ക്യാഷായിട്ടുണ്ടാവും എന്നൊരു ധാരണയായിരിക്കും നമുക്ക്. പക്ഷേ അങ്ങനെയല്ല. ചിലപ്പോൾ ഇന്ന് നമ്മളൊരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു 6 മണി ഈവനിങ് ടൈം, ഒരു 6 മണി 7 മണിക്കാണ് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ കോയിൻസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ ഒരു 6 മണി 7 മണി ആകുമ്പോഴാണ് നമ്മുടേതായ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങി ആ ഒരു 24 hours കംപ്ലീറ്റ് ആവുക. അപ്പോൾ മാത്രമാണ് ഈ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോയിൻസ് എല്ലാം ക്യാഷായിട്ട് മാറുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക തന്നെ വേണം. അല്ലാണ്ട് പെട്ടെന്നൊന്നും നമുക്ക് കോയിൻസ് കളക്ട് ചെയ്യുമ്പോഴേക്കും ക്യാഷ് ആവില്ല. പിന്നെ വരുന്ന വേറൊരു സംശയം ഇതിൻ്റെ വിഡ്രോവൽ. ഗോ ടു വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഈ പ്ലസ് അവിടെ UPI ഉണ്ട്, ഗൂഗിൾ പ്ലേ വഴി എന്നുണ്ട്. മോസ്റ്റ്ലി എല്ലാവർക്കും UPI ഉണ്ടാവും. അപ്പോൾ അത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വിഡ്രോവൽ അടിക്കാവുന്നതേ ഉള്ളൂ. വിഡ്രോവൽ അടിക്കുന്നതിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എന്തോ കുറച്ച് കമൻസ് ഞാൻ കണ്ടായിരുന്നു റീസെൻ്റായിട്ട്. ഞാൻ വിഡ്രോവൽ അടിച്ചു, എനിക്ക് പേയ്മെൻറ്റ് വന്നിട്ടില്ല, 24 hours കഴിഞ്ഞ് എനിക്ക് പേയ്മെൻറ്റ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല. മാക്സ് പ്ലസ് ആപ്ലിക്കേഷൻ നമുക്ക് നോർമലി പേയ്മെൻറ്റ് തരുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ പേയ്മെൻറ്റിന് ഡിലേ ആവുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം ഒരുപാട് യൂസേഴ്സിൻ്റെ ആ ഒരു എണ്ണം ഒരുപാടായതുകൊണ്ടാണ്. പണ്ടെന്ന് പറയുമ്പോൾ അത്രയും എണ്ണം ഉണ്ടായിരുന്നില്ല. യൂസേഴ്സ് മാക്സ് പ്ലസ് ഏണിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റൊക്കെ വിഡ്രോവൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത 1-2 മണിക്കൂറിൽ വരും. ഏറിപ്പോയാൽ മാക്സിമം ഒരു ഡേ 24 ഹവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വിഡ്രോവലൊക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡിലേ ആവുന്നതിന് കാരണം ഇതാണ്. ഒരുപാട് യൂസേഴ്സ് ആയതുകൊണ്ടാണ് അത്രയും നമുക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ ആവുന്നത്. പക്ഷേ എന്തായാലും നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. 1-2 ദിവസം ഡിലേ ആയാലും പേയ്മെൻറ്റ് ഷുവറായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ
ഈ ടിക്കറ്റ്സ് എങ്ങനെ കളക്ട് ചെയ്യണം, കോയിൻസ് എങ്ങനെ കളക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇതിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻസഫിഷ്യൻറ്റ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംശയം അതായിരുന്നു ഒരുപാട് ഞാൻ കണ്ടായിരുന്ന കമൻസിൽ. ഇൻസഫിഷ്യൻറ്റ് ബൂസ്റ്റ് എന്ന് കാണിക്കണം, എന്താ ചെയ്യേണ്ടത് എന്നൊന്നും മനസ്സിലാവാത്തതിൻ്റെ കമൻറ്റായിരുന്നു കൂടുതലും കണ്ടത്. അപ്പോൾ ഇത് ആ ഒരു മെയിൻ ഡൗട്ട് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പറഞ്ഞതല്ലാണ്ട് ഏതെങ്കിലും പുതുതായിട്ടുള്ള ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് മാത്സ് പ്ലസ് ലേണിംഗ് ആപ്ലിക്കേഷൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ കോയിൻസ് കൺവേർട്ട് ആവാൻ ഏകദേശം എത്ര സമയം എടുക്കും, ആ സമയം എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ആ 24 hours എന്താണ് സംഭവം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക. ഇനിയിപ്പോൾ അത്രയും കാണാൻ ക്ഷമയില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സ്പീഡൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടൊക്കെ നോക്കുക. ഈ വീഡിയോ മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേഷൻ്റെ ഞാൻ ആദ്യം എന്ത് പറഞ്ഞു, ഇടയിൽ എന്താ സംഭവിച്ചതെന്നുള്ളതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആരെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ഫുള്ളായി കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്ര നേരം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം AG.